മണലൂരിൽ തുടർച്ചയായ വിജയമാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. CPM-ലെ ഇപ്പോൾ പ്രൊഫസർ സി രവീന്ദ്രനാഥ് നമുക്കൊപ്പം ചേരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി തികഞ്ഞ പ്രതീക്ഷയോടെ മണലൂരിൽ സജീവമാകുന്നില്ലേ? തീർച്ചയായിട്ടും പൂർണ്ണമായ പ്രതീക്ഷയോടെ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. മണലൂരിലെ ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഇടതും വലതുമൊക്കെ മാറി മാറി പിന്തുണച്ചിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ്. ഇത്തവണ എങ്ങനെയാണ് ഒരു അനുകൂല സാഹചര്യം എന്ന രീതിയിൽ മാഷ് കാണുന്നത്? പലതരത്തിലുണ്ട്. ഒന്ന്, ഇവിടെ ശ്രീ മുരളി പെരുന്നെല്ലിയാണ് തുടർച്ചയായ 10 വർഷമായിരിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളത് ഒരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം. പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ 10 വർഷക്കാലം ഇപ്പോൾ ഒരു നവകേരള സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ മണ്ഡലത്തിൽ ഒരുപാട് വീടുകൾ കയറി, അവരൊക്കെ അവരുടെ മനസ്സിൽ ആ വികസനത്തിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുണ്ടാവണമെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാവണം, അനിവാര്യമായ ഒന്നാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ നേരത്തെ അങ്ങനെ ആകും എന്നാണ് കരുതിയത്. ഇപ്പോൾ ഈ അനുഭവത്തിലത് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഭരണ തുടർച്ചയുടെ നല്ലൊരു ലക്ഷണമാണ്. അത് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ 2 ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ മണലൂർ ജയിക്കുമെന്നാണ് എൻ്റെ അനുഭവം. പലപ്പോഴും ഈ ഒരു രാഷ്ട്രീയപരമായിട്ട് തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുമ്പോൾ പലപ്പോഴും പറയുന്നത് തൃശ്ശൂരിൽ വളരെ മാറ്റങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് NDA സജീവമാവുന്നു, BJP വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നെല്ലാം തന്നെ പറയുന്നൊരിടമാണ്. തൃശ്ശൂരിൽ മാറ്റങ്ങൾ ജനറലി വരാൻ NDA കൊണ്ട് സാധിക്കുമെന്നെല്ലാം തന്നെ പറയുന്നു. തൊട്ടപ്പുറം നാട്ടികയിൽ ചില അനുരണനങ്ങൾ അതിൻ്റെതെല്ലാം തന്നെ കാണിപ്പ് ചെയ്യുന്നുണ്ട്. മാഷ് എങ്ങനെയാണ് ഈ ഒരു പ്രതിയോഗി എന്ന രീതിയിൽ തന്നെ NDAയും BJP എല്ലാം തന്നെ ഏത് പ്രയോഗം ജനാധിപത്യ പ്രക്രിയയാണല്ലോ, ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയ കൂടിയാണ്. അതിൽ എതിരാളികളുടെ വൈവിധ്യം ഉണ്ടാകും. അതാണ് ജനാധിപത്യം. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷേ രാഷ്ട്രീയ പോരാട്ടമാണ്, ആശയ പോരാട്ടമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ചാലക്കുടി മാത്രമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ചാലക്കുടിയും കൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറും. അതെ, അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ ആഗോളതലത്തിൽ യുദ്ധം നടക്കുന്ന സാഹചര്യം വിസ്തരിക്കില്ല. അതുപോലെ ദേശീയ തലത്തിൽ ഇപ്പോൾ ഗ്യാസ് പോലും കിട്ടാത്ത സാഹചര്യം, ഈ 2 സാഹചര്യവും കേരളത്തിൻ്റെ സാഹചര്യവും വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ പഠനത്തിൽ ലെഫ്റ്റിന് വലിയൊരു പ്രാധാന്യം വരുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ വിലയിരുത്തലാണ്. ലെഫ്റ്റിന് മാത്രം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ബദൽ പറയാൻ പറ്റുന്നുള്ളൂ. ഒരു ബദൽ വേണ്ട എല്ലാത്തിനും. ഇതിനെന്താ പരിഹാരം എന്നുള്ളതിനൊരു ബദൽ പറയാൻ ലെഫ്റ്റേ ഉള്ളൂ. ഇത് ജനങ്ങൾ ഫീൽ ചെയ്യുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ മാറ്റം ഉണ്ടാകും. അത് LDFന് അനുകൂലമായ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുമക്കുന്ന മാറ്റം തന്നെ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ പ്രഭാവം പലയിടങ്ങളിലും തന്നെ പറയുന്നു. എങ്ങനെയാണ് അത് തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ മണലൂരിലെ സാധ്യതകൾ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നതാണ്? ഒരു തരത്തിലും ബാധിക്കില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് പൊളിറ്റിക്സാണ്. ഇത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ പോരാട്ടമാണല്ലോ. അതുകൊണ്ട് പൊളിറ്റിക്സിനാണ് പ്രാധാന്യം, വ്യക്തിക്കല്ല. എനിക്ക് പോലും അല്ല. ലെഫ്റ്റ് എന്നുള്ള പൊളിറ്റിക്സിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ സാഹചര്യം ലെഫ്റ്റിന് നിൽക്കുമ്പോൾ മറ്റാര് അപ്പുറത്തെ വ്യക്തി വന്നാലും ലെഫ്റ്റ് തന്നെ വിജയിക്കും. പൊളിറ്റിക്കൽ വിജയമാണ് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയയാണല്ലോ, അറിയാലോ. ആ രാഷ്ട്രീയവൽക്കരണത്തിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നത് ലെഫ്റ്റാണ്, പല കാരണങ്ങളെ കൊണ്ട്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സിന്തസിസ് തന്നെ വേണമെങ്കിൽ തിയററ്റിക്കലി പറയാം, ലെഫ്റ്റിന് അനുകൂലമായി ഉണ്ടാവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ചരിത്രം തിരുത്തും, തീർച്ചയായിട്ടും. എന്നാലും ആശയ പോരാട്ടം തന്നെയാണ് തെരഞ്ഞെടുപ്പ് എന്ന മാഷ ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് സ്ഥാപിക്കുന്നു. അത് തൃശ്ശൂരിൽ ഇത്തവണ ചരിത്രമാകും. തൃശ്ശൂർ സമ്പൂർണ്ണമായി ചുമക്കുന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉള്ളത്. കൊച്ചിയിൽ തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18.